പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകുരുമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നക്ഷത്ര വൃക്ഷവനം പദ്ധതി സമർപ്പിച്ചു. നക്ഷത്ര വൃക്ഷ പദ്ധതിയുടെ നടീൽ ഉദ്ഘാടനം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് തന്റെ നാൾ വൃക്ഷമായ ഇല്ലി നട്ട് നിർവഹിച്ചു. ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ളൊരു ചടങ്ങിലാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മളൊക്കെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കും. പ്രത്യേകിച്ച് വനം വികസന കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാനും ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് ആ ദിവസങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിലും പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞു. ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. നമുക്കറിയാം, ജ്യോതിഷപ്രകാരം നമുക്ക് 27 നക്ഷത്രങ്ങളും ആ നക്ഷത്രങ്ങളിൽ അശ്വതി മുതൽ ഓരോ രേവതി വരെയുള്ള നക്ഷത്രത്തിനും ഓരോ വൃക്ഷത്തെയുണ്ട്, ഓരോ വൃക്ഷങ്ങളുണ്ട് ഓരോ നാളിനും. ആ നക്ഷത്ര വനം നിർമ്മിക്കുന്നത് ഇന്ന് വലിയൊരു കാര്യമായിട്ട്, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുമൊക്കെ നക്ഷത്ര വനം നിർമ്മിക്കുക സ്വാഭാവികമാണ്. അത് വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. തുടർന്ന് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ പ്രതിനിധി സുരേന്ദ്രവർമ്മ രാജ നാൾവൃക്ഷമായ കരിനീലിയും നട്ടു. തുടർന്ന് 27 നാൾവൃക്ഷങ്ങളും നട്ടു. സാമൂഹ്യ പ്രവർത്തകനായ റാബി സലി, തങ്കരാജ് ആനാപ്പുഴ, KN ജ്യോതിഷ്, NH സാംസൺ മാസ്റ്റർ, വത്സൻ PK എന്നിവർ സംബന്ധിച്ചു. ശ്രീകുരുമ്പ് ഭഗവതി ദേവസ്വം പ്രസിഡന്റ് PB മുരളി മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല സെക്രട്ടറി UT പ്രേംനാഥ് സ്വാഗതവും KH കലേഷ് ബാബു നന്ദിയും പറഞ്ഞു. വിധിപ്രകാരമുള്ള ഒരാശയമാണ്. ചിരപുരാതന കാലം മുതൽ ക്ഷേത്ര സങ്കേതങ്ങളിലെല്ലാം വൃക്ഷങ്ങളും അതോടൊപ്പം ഉള്ള ജീവജാലങ്ങളുമെല്ലാം അതുതന്നെയാണ് ഋഷിപ്രോക്തങ്ങളായ സൂക്തങ്ങളിലുമെല്ലാം നമ്മുടെ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വായനശാലയ്ക്ക് ഇത് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാനായി സാധിച്ചു.